നമസ്കാരം. പറമ്പിക്കുളം കാടുകളിലേക്ക് കാൽനടയായി നടന്നു കയറാവുന്ന കേരളത്തിന്റെ അതിർത്തി പങ്കിടുന്ന മലയോര പഞ്ചായത്താണ് മറ്റത്തൂർ. ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നും. ആദിവാസി ജനസമൂഹം ഉൾപ്പെടെ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന വർഗം ജീവിക്കുന്ന ഈ പഞ്ചായത്ത് വാസ്തവത്തിൽ ഭരണവർഗത്തിന്റെ അവഗണന ഏറ്റവും നേരിട്ട പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചൂടേറ്റ് വാടിപ്പോയത് നിലവിൽ പഞ്ചായത്ത് ഭരിച്ചിരുന്ന CPM ആയതിനാൽ സൈബർ ലോകവും ആ ചൂടിന്റെ പ്രഹരം അറിയുകയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 24 സീറ്റിൽ ഭരണകക്ഷിയായിരുന്ന CPMന് ഇടതുപക്ഷ ലെവലിൽ ജയിക്കാനായത് കേവലം 10 സീറ്റിൽ മാത്രമാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് 3 അംഗങ്ങളുടെ കുറവ്. മറുഭാഗത്തുമാകട്ടെ കോൺഗ്രസിന് 8 സീറ്റും BJPക്ക് 4 സീറ്റും. അവശേഷിച്ച 2 സീറ്റുകൾ സ്വന്തമാക്കിയത് കോൺഗ്രസ് വിമതർ. ഇവിടെ തുടങ്ങിയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന മറ്റത്തൂർ കളികൾ. മറ്റത്തൂരിൽ ജയിച്ച 8 കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാൾ പോലും BJP പക്ഷമായിട്ടില്ല എന്നതാണ് വാസ്തവം. രാഷ്ട്രീയ കളിയിൽ CPMനെ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ തങ്ങളിൽ നിന്ന് ഒരാളെ അടർത്തിയെടുക്കാൻ പർച്ചേസ് രാഷ്ട്രീയത്തിന് തയ്യാറായ നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകിയായിരുന്നു കോൺഗ്രസ് എതിർചേരി എന്നതാണ് മറ്റത്തൂരിൽ നടന്നത്. ഇത് കൃത്യമായി പറയാൻ DCCക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് രാഷ്ട്രീയ കാലുമാറ്റം എന്ന പേരിൽ മാധ്യമങ്ങൾ പോലും വാർത്ത നൽകി തുടങ്ങിയത്. ഈ പ്രചാരണം മുന്നിൽ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കുമെന്ന് കൃത്യമായി മനസ്സിലായതോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ഒരാളും BJP ആയിട്ടില്ല എന്ന് തുറന്ന് വ്യക്തമാക്കിയത്. പക്ഷേ തങ്ങളുടെ കുതിരക്കച്ചവട ശ്രമം മാധ്യമങ്ങൾ ചികഞ്ഞു പോകരുതെന്ന ഉദ്ദേശത്തോടെയാണ് ഇത് മുഖ്യമന്ത്രി ദേശീയ രാഷ്ട്രീയത്തിലെ ഉദാഹരണങ്ങൾ വരെ എടുത്തുകാട്ടി മറ്റത്തൂർ രാഷ്ട്രീയം സംസ്ഥാന വിഷയമാക്കി മാറ്റുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ ധാരണയിലെത്തിയ വിമതനായി ജയിച്ചു കയറിയ കാലാവധി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ഔസേപ്പിനെ ചാക്കിട്ട് പിടിച്ച് പുതിയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ നടത്തിയ CPM അതിബുദ്ധിയാണ് ഇപ്പോൾ നാണംകെട്ട രാഷ്ട്രീയമായി അവർക്ക് തന്നെ തിരിച്ചടിച്ചത്. നിലവിൽ ജയിച്ചവരിൽ മറ്റൊരു വിമതയായ ടെസിയെ ഒരു കാരണവശാലും തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടെയാണ് തനി രാഷ്ട്രീയ ചുവയോടെ തങ്ങൾക്കും വിശ്വാസയോഗ്യനായ ഔസേപ്പിനെ തന്നെ CPM കരുവാക്കിയത്. ഈ നീക്കങ്ങളൊക്കെ പതിവ് പോലെ പൂർണ്ണ രഹസ്യമായിരിക്കാനും ഔസേപ്പും CPMും ശ്രമിച്ചതും ഇപ്പോൾ ഉരുത്തിരിഞ്ഞ നീക്കങ്ങൾക്ക് പ്രധാന കാരണമാണ്. വിമതരായി ജയിച്ച ഔസേപ്പും ടെസിയും കൂടെ നിൽക്കുമ്പോൾ ഇടതും വലതും 10 പേരെന്ന തുല്യതയിലെത്തും. ഇവിടെ BJP പിന്തുണ ഇല്ലാതെയും നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കാനാകും. സംസ്ഥാനത്ത് ഒട്ടേറെ പഞ്ചായത്തുകളിൽ നടന്നതും ഈ രീതി തന്നെയാണ്. BJP ബഹിഷ്കരിക്കുക എന്ന നീക്കത്തിലേക്കും ഇതിലേക്ക് സാഹചര്യം എത്തിച്ചേനെ. എന്നാൽ അധികാരം ഒരു കാരണവശാലും നഷ്ടമാകരുത്. ഇപ്പോൾ BJP ടിക്കറ്റിൽ ജയിച്ച വ്ലോഗർ കൂടിയായ അതുൽ കൃഷ്ണ ഉൾപ്പെടുന്ന ഭരണ സംവിധാനം ഉണ്ടായാൽ പഴയകാല അഴിമതികൾ പുറത്തെത്തിക്കുമെന്ന വെല്ലുവിളി കൂടി ആയതോടെയാണ് CPM കോൺഗ്രസുകാർ കരുതി വെച്ച ഔസേപ്പിനെ തന്ത്രത്തിൽ ചാക്കിട്ട് പിടിക്കാൻ അവസാന നിമിഷം ആരും അറിയാതെ ശ്രമം നടത്തിയത്. എന്നാൽ ഈ നീക്കം അവസാനം ചോർന്നപ്പോൾ സ്വതന്ത്രയായ ടെസി പ്രസിഡന്റായി മത്സരിച്ചാൽ തങ്ങളും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പ് വന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കാലമാറ്റമായി മുഖ്യമന്ത്രി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. പതിവ് പോലെ മാധ്യമങ്ങളിലും ഇത്തരം നറേഷനിൽ തന്നെ വാർത്ത എത്തണമെന്നതും CPM സൈബർ പോരാളികളിലൂടെ സാധ്യമാവുകയും ചെയ്തു. വ്യാപകമായ സൈബർ കടന്നലാക്രമണം ഉണ്ടായതോടെ കോൺഗ്രസ് പക്ഷം നിർവീര്യമായതും CPM നുണകൾക്ക് എരിവും പൊളിയും കൂടാൻ കാരണമായി. ഈ സാഹചര്യത്തിലാണ് അല്പം മുൻപ് ജയിച്ച കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾ എവിടെയും കൂറുമാറിയിട്ടില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കാൻ DCC സെക്രട്ടറി TM ചന്ദ്രന്റെയും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസിയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ തയ്യാറായത്. ഒരു പ്രാദേശിക രാഷ്ട്രീയത്തെ വികലമാക്കി തങ്ങളുടെ നീക്കങ്ങൾ പൊളിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ നുണകളുടെ പുകമറ ഉയർത്തുന്ന CPM തന്ത്രം ഒരിക്കൽ കൂടി ദൃശ്യമായി എന്നത് മാത്രമേ മറ്റത്തൂരിലും സംഭവിച്ചിട്ടുള്ളൂ. കോൺഗ്രസുകാരായി ജയിച്ചു കയറിയ 8 പേരെ കൂടി ചേർത്ത് BJPക്ക് 12 പേരുണ്ടെന്ന ഗീബൽസിയൻ നുണയാണ് CPM സൈബർ കേന്ദ്രങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ളവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരംഗത്തെ കുറിച്ചാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് വിമതനായ ഔസേപ്പടക്കം ഇടതുഭാഗത്ത് 11 പേരുള്ളപ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് ബാക്കി 13 പേരുണ്ടാകണം. എന്നാൽ ക്യാപ്സ്യൂൾ നിർമ്മിച്ചപ്പോൾ BJP ഭാഗത്ത് 12 എന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഏത് നുണയും പൊളിച്ചെടുക്കാൻ സത്യം തെളിമയോടെ നിറഞ്ഞു നിൽക്കുമെന്ന് തിരിച്ചറിയപ്പെടുന്നത്. ഒരു ക്യാപ്സ്യൂൾ പോലും വ്യക്തതയോടെ നിർമ്മിക്കാൻ അറിയാത്ത മണ്ടത്തരം തന്നെയാണ് പർച്ചേസ് രാഷ്ട്രീയത്തിനിറങ്ങിയ മറ്റത്തൂരിലെ CPMനും സംഭവിച്ചിരിക്കുന്നത്.